അപ്പോൾ വളരെ ടേസ്റ്റിയായ ക്യാപ്സിക്കം മസാല കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഒരു ക്യാപ്സിക്കം കിട്ടുമ്പോൾ ഇതുപോലൊന്ന് ഉണ്ടാക്കി, നല്ല കറിയാണ്. നാരങ്ങ നീരില്ലാത്തൊരു 1 സ്പൂൺ വിനാഗിരി ചേർത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ക്യാപ്സിക്കം മസാല കറി തയ്യാറാക്കാൻ പോകുന്നു. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന ഒരു ക്യാപ്സിക്കം, ഒരു ഇടത്തരം സവാള, ഇടത്തരം തക്കാളി. വേറെ ഒരു സാധനങ്ങളായിട്ട് വെജിറ്റബിൾസ് ആയിട്ട് എടുക്കുന്നില്ല. ഇതിപ്പോൾ നമുക്ക് അരിഞ്ഞുകൊണ്ട് വരാം. അപ്പോഴത്തേക്ക് ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇപ്പോൾ ഞാൻ ഇവിടെ ക്യാപ്സിക്കമൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇങ്ങനെ നീളത്തിലാണ്, ഇത്തിരി കനം കുറച്ച്. അതുപോലെ തന്നെ സവാളയും നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തക്കാളിയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സാധനങ്ങൾ അടുപ്പിൽ വെച്ച് വറുത്തെടുക്കണം. കടുക് വറുക്കാനായിട്ട് ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി, മുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ കടുക് വറുക്കുന്നതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് ഇനി ഇഞ്ചി ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഒന്ന് പൊട്ടി തീർന്നിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കടുകൊക്കെ പൊട്ടി തീർന്നിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇപ്പുറത്തോട്ട് മാറ്റി തന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതിൻ്റെ അപ്പുറത്തോട്ട് തന്നെ ഈ ഉള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് നീക്കി ഒന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ ഞാൻ ആ മുളക് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആ കറിവേപ്പിലയും കൂടെ ഇട്ട് വഴറ്റിയെടുക്കാം. ആ കടുവറുത്തതെല്ലാം നല്ലപോലെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ക്യാപ്സിക്കം ഇട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ക്യാപ്സിക്കം ഞാൻ ഇനി വഴറ്റി കോരി മാറ്റിയിട്ടുണ്ട്. അതിന് അടുത്തതായിട്ട് സവാള ഇട്ട്. അപ്പോൾ സാധാരണ കറി വെക്കുന്നതൊക്കെ അങ്ങ് ചെയ്ത് വീഡിയോ ഓണാക്കിയില്ല. അപ്പോൾ അത് ഇനി നമുക്ക് സവാള വഴറ്റാം. ഒരു ചെറുതായിട്ട് വഴണ്ട് വന്ന ഒരു സവാളയിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ തക്കാളി വഴണ്ട് വരുമ്പോഴത്തേക്ക് സവാള ബാക്കി നല്ലപോലെ വഴണ്ടോളൂ. പിന്നെ സവാളയും തക്കാളിയും കൂടെ വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി വീണ്ടും ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് ഇളക്കി കൊടുക്കാം. ഇനി 1/4 ടീസ്പൂൺ ഉപ്പിട്ട് ഇളക്കാം. ഉപ്പല്ല, സോറി, മഞ്ഞൾപ്പൊടി. ഉപ്പ് നമ്മൾ നേരത്തെ ഇട്ടായിരുന്നു, ആദ്യം ഇട്ടായിരുന്നു. ഇപ്പം മഞ്ഞൾപ്പൊടി ഇട്ട് ഇളക്കുകയാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ എരി കൂടുതലുള്ള കറിയല്ല, അതുകൊണ്ട് 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇടുന്നത്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല, ഇനി 2 തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ച 2 ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുകയാണ്. ഇത് തേങ്ങാപ്പാൽ ഞാൻ ഫ്രിഡ്ജിൽ പിഴിഞ്ഞ് വെച്ചതാണ്. നമുക്ക് ഈ തേങ്ങയുടെ പാലിൻ്റെ ആവശ്യമൊക്കെ വരുമ്പോഴത്തേക്ക് എടുക്കാം. അതുപോലെ കറിയിൽ ആവശ്യമൊക്കെ വരുമ്പോഴത്തേക്ക് എടുക്കാനായിട്ട് ഇതിന് ചൂടുകൊണ്ട് ഈ ആയി വരും. ഇനി ഒരു ചെറിയൊരു മുറി നാരങ്ങ നീരും കുറച്ച് മല്ലിയിലയും ഇട്ട് ഇളക്കി കറി അടുപ്പിൽ നിന്ന് മാറ്റാം.